ചാമ്പ്യന്മാരെ വീഴ്ത്തി രാജസ്ഥാൻ. സൂര്യവംശി ഒരിക്കൽ കൂടെ കൊടുങ്കാറ്റായ മത്സരത്തിൽ 202 റൺസ് വിജയലക്ഷ്യം. 2 ഓവർ ബാക്കി നിൽക്കെ രാജസ്ഥാൻ മറികടന്നു. ജൂറൽ 81 റൺസുമായി വിജയശില്പിയായി. സീസണിൽ RCBയുടെ ആദ്യ തോൽവിയാണ്. മഴ മൂലം വൈകി തുടങ്ങിയ മത്സരത്തിൽ ടോസ് നിർണായകമായി. ടോസ് നേടിയ രാജസ്ഥാൻ ബോളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ആദ്യ പന്തിൽ തന്നെ സോൾട്ടിനെ ആർച്ചർ ബൗൺസ് കൊണ്ട് ഞെട്ടിച്ചു. എങ്കിലും മികച്ച ഷോട്ട്സിലൂടെ പടിക്കൽ കോഹ്ലി സഖ്യം ശക്തമായി മത്സരത്തിലേക്ക് RCBനെ തിരിച്ചു കൊണ്ടുവന്നു. പക്ഷേ 11 ഓവർ ആകുമ്പോഴേക്കും 96-ന് 6 എന്ന നിലയിലേക്ക് RCB വീണു. തങ്ങളുടെ പ്ലാൻ പൊളിഞ്ഞ RCB ഇമ്പാക്ട് പ്ലെയറായി വെങ്കടേഷ് അയ്യറിനെ ഇറക്കേണ്ടി വന്നു. ഒരറ്റത്ത് പിടിച്ചു നിന്ന നായകൻ പട്ടിദാരും അവസാനം ആഞ്ഞടിച്ച വെങ്കടേഷ് അയ്യറും 201 എന്ന എബോവ് ആവറേജ് ടോട്ടൽ RCBക്ക് സമ്മാനിച്ചു. ഒരു ഘട്ടത്തിൽ 150 എത്തുമോ എന്ന് തോന്നിച്ചെടുത്തു നിന്നാണ് RCB 201-ലെത്തുന്നത്. പക്ഷേ ആ മൊമെന്റം നിലനിർത്താൻ RCBക്ക് ബോളിംഗിൽ കഴിഞ്ഞില്ല. തിരികെ ടീമിലെത്തിയ ഹേസൽവുഡ് ജയ്സ്വാളിനെ പുറത്താക്കിയെങ്കിലും ഈ സീസണിലെ ഏറ്റവും എക്സ്പെൻസീവ് പവർ പ്ലേയാണ് രാജസ്ഥാൻ നേടിയത്. സൂര്യവംശിക്ക് മുൻപിൽ ഹേസൽവുഡിനും ഭൂവിക്കും ഒന്നും ഉത്തരങ്ങളുണ്ടായില്ല. 15 പന്തിൽ 50 തികച്ച താരം RCBനെ പവർ പ്ലേയിൽ തന്നെ തോൽപ്പിച്ചു. കൂട്ടിന് ജൂറൽ കൂടെ വന്നതോടെ 97 റൺസ് രാജസ്ഥാൻ നേടി. ഒടുവിൽ കൃണാൽ പാണ്ഡ്യയെ തുടരെ 2 പന്തിൽ സൂര്യവംശിയെയും ഹെറ്റ്മയറിനെയും പുറത്താക്കിയെങ്കിലും അപ്പോഴേക്കും മത്സരം രാജസ്ഥാൻ നേടിക്കഴിഞ്ഞിരുന്നു. പരാഗ് കൂടെ വേഗം പോയെങ്കിലും ജഡേജയും ജൂറലും കൂടെ മത്സരം ഫിനിഷ് ചെയ്തു. സൂര്യവംശിയാണ് കളിയിലെ താരം.